അത് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 3+3 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്, സ്റ്റീരിയോ ഡുവൽ ചാനൽ. അപ്പോൾ ഇത് രണ്ട് ചാനലും കൂടി ചേർത്തിട്ട് 6 വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഞാനിത് പരീക്ഷിച്ചിട്ടില്ല, ഇത് ഓൾറെഡി ഇത് ബ്രിഡ്ജ് മോഡാണ് ഓരോ ചാനലും. അപ്പം നമ്മൾ രണ്ട് ബ്രിഡ്ജ് മോഡ് പാരലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് പവർ കൂടുന്നത് സ്പീക്കറിൻ്റെ ഇമ്പഡൻസ് കുറക്കുമ്പോഴാണ്. ഇപ്പോൾ ഒരു 4 ohms ഇമ്പഡൻസിൽ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നത്, രണ്ട് ചാനലും കൂടി പാരലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓംസ് ആണ് കുറക്കേണ്ടത്. അപ്പോൾ സ്പീക്കറിൻ്റെ ഓംസ് ഒരു 2 ohms ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 വാട്ട് 5 വാട്ടിൽ കുറയാതെ കിട്ടും. അപ്പോൾ രണ്ട് ചാനലിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും കൂടി പാരൽ ചെയ്തിട്ട് അത് രണ്ടും കൂടി ഒരു 2 ohms സ്പീക്കറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 വാട്ട് എന്നുള്ളത് ഒരു 5 വാട്ട് അല്ലെങ്കിൽ 6 വാട്ടിൽ അല്പം കുറവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ട് 4 ohms പാരൽ ചെയ്താൽ മതിയാവോ? 2 4 ohms പാരൽ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലും ഇത് വർക്ക് ചെയ്യും. കാര്യം ഇതിൻ്റെ ഓംസിൻ്റെ കുറവിലാണ് പവർ കൂടുന്നത്. നമുക്ക് 2 ohmsന്റെ സ്പീക്കറുകൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഊഫറൊക്കെ വേണ്ടി വരും. പക്ഷെ അങ്ങനെ 4-5 സ്പീക്കർ 4 ohms കിട്ടുമല്ലോ. നമുക്ക് രണ്ട് ബ്രിഡ്ജ് മോഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിലവിലുള്ള ഇമ്പഡൻസിൻ്റെ പകുതി ആയിരിക്കണമെന്നാണ് ഏകദേശം നിയമം. എന്നാലേ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ 4 ohmsന്റെ ആ ഔട്ട്പുട്ട്, അതായത് 3 ohms മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് 25 രൂപയുടെ ബോർഡല്ലേ? 25 രൂപയുടെ. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. എന്നാലും അത്യാവശ്യം നമുക്കൊരു ചെറിയ ഒരു പോർട്ടബിൾ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ആംപ്ലിഫയർ മതി, ക്ലാസ് ഡി. ഓക്കെ.